ഹേ ഗായ്സ്, അപ്പം എല്ലാ മച്ചാന്മാർക്കും ശ്രീസോണിന്റെ പുതിയൊരിടിലേക്ക് വെൽക്കം ബാക്ക് സുഹൃത്തുക്കളെ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് കൊല്ലത്തിൻ്റെ ബ്യൂട്ടിഫുള്ളായ പ്ലേസായ അമ്പനാട് എസ്റ്റേറ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവാണ്. നമ്മുടെ എക്സ്പൾസ് ഇറക്കുന്നുണ്ട്. ഇന്നൊരു സോളോ റൈഡോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ 2-3 ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ കുളത്തൂപ്പുഴയും ജോയിൻ ചെയ്യും. അപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല കിട്ടില്ല മഴയാണ് കേട്ടോ. പുറത്തിറങ്ങാൻ പറ്റാത്ത കണ്ടീഷനാണ്. പക്ഷേ ഇന്ന് നോക്കിയേ, നല്ല വെട്ടവും വെളിച്ചമൊക്കെ വന്ന് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുള്ളായ ഒരു ഡേ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ കൂടി അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് റോഡിലൊക്കെ അത്യാവശ്യം വെള്ളങ്ങളെ കാണാം. നല്ല ക്ലൈമറ്റ്, യാത്ര ചെയ്യാൻ പറ്റിയ കണ്ടീഷൻ. റെയിൻകോട്ടും കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ എക്സ്പൾസ് ഇറക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി നമ്മുടെ 2 കൂട്ടുകാരെയും പറക്കി കെട്ടി നേരെ അമ്പനാടേക്ക് വിട്ടേക്കാം. അവിടുത്തെ ബ്യൂട്ടിഫുള്ളായ വിഷ്വൽസും കയറി നമ്മുടെ ഇന്നത്തെ വീഡിയോ മാക്സിമം സ്കിപ്പ് അടിക്കാതെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നേരെ വിട്ടേക്കാം. ഓക്കെ, സോ അപ്പോൾ ഫൈനലി നമ്മളങ്ങനെ കുളത്തൂപ്പുഴ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇപ്പം നല്ല രീതിയിൽ വെയിലാണ്. പക്ഷേ നിങ്ങൾ മേലോട്ട് നോക്കിയേ, നല്ല കട്ട മഴക്കാർ അങ്ങനെ ആ സൈഡിലോട്ട് കാണാം. ആ സൈഡിലെല്ലാം അമ്പനാട് ഒരു ഭാഗമാണ് കേട്ടോ. കഴുതുരുട്ടി അമ്പനാട് ആ ഭാഗമാണ്. ഒരു രക്ഷയില്ലാത്ത വെയിലും അങ്ങോട്ട് എന്ന് കഴിഞ്ഞാൽ മഴയും. അല്ലെങ്കിലും നമ്മൾ മഴ പ്രതീക്ഷ തന്നെയാണ് വന്നത്. ഒരു പോലീസ് വണ്ടി പോകുന്നത്. അല്ലെങ്കിലും നമ്മൾ മഴ പ്രതീക്ഷ തന്നെയാണ് വന്നത്. ഈ അമ്പനാടൊക്കെ പോയിട്ട് നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലത്ത് പോയി മഴ കൊണ്ടില്ലെങ്കിൽ പിന്നെ എന്താണ്. അവിടെ എത്തുന്നവരെ ഈ ഒരു മഴയും ഇല്ലായിരുന്നെങ്കിൽ സെറ്റായിരുന്നു. അപ്പോൾ നമ്മുടെ ട്രിപ്പിനായിട്ടുള്ള ടീമുകളെല്ലാം സെറ്റാണ്. ഇതാ ഇവളുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഫുഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പോക്കാച്ചി തവള കണക്കെ നിൽക്കുന്ന ടീമുകൾ നമ്മുടെ കൂടെയുണ്ട്. അപ്പം പുള്ളിക്കാരൻ്റെ വീസ്ട്രോമിലും ഞാൻ എക്സ്പൾസിലുമാണ് പോകുന്നത്. അത് നല്ല മഴക്കോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്താണ് ക്ലൈമറ്റ് ഒന്നും അറിയത്തില്ല. സീൻ തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മൾ നേരെ അമ്പനാടേക്ക് വിട്ടേക്കാം. കറക്റ്റ് നമ്മൾ ഇറങ്ങിയതും നല്ല കിട്ടില്ല മഴ കേട്ടോ. ഒരു രക്ഷയില്ലാത്ത മഴയാണ്. എന്നാലും കുഴപ്പമില്ല. നമ്മളെല്ലാവരും റെയിൻകോട്ടും കാര്യമായിട്ട് സെറ്റ് കണ്ടീഷനിലാണ്. നമ്മുടെ വണ്ടിയും കാര്യം റെഡിയാണ്. മഴയൊന്നും നോക്കുന്നില്ല. പൈപ്പ് അടിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് സെറ്റായിട്ട് ഇറങ്ങിയേക്കാം. ഇപ്പോൾ നമ്മളങ്ങനെ കഴുതുരുട്ടി എത്തിയിരിക്കുകയാണ് ഗൈസ്. നമുക്കിനി പോകുന്ന ഡെസ്റ്റിനേഷൻ അതിനുള്ളിലേക്കാണ്. പോകുന്നതിന് മുന്നേ നല്ലൊരു കട്ടൻ ചായയൊക്കെ അടിച്ച് ഒന്ന് വൈബാക്കിയിട്ട് പോകാം. ഇതുവരെ നല്ല കിട്ടില്ല മഴയായിരുന്നു കേട്ടോ. നമ്മുടെ പാൻറ്റെല്ലാം നനഞ്ഞൊരു പരുവായി. ഇനി എന്തായാലും നമ്മൾ കാട് കയറാൻ പോവുകയാണ്. ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് ആയിരിക്കും അമ്പനാടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓരോ നല്ല കിട്ടില്ല ചായയൊക്കെ അടിച്ച് നമുക്ക് നേരെ അങ്ങോട്ട് തെറിക്കാം. അപ്പോൾ നമ്മൾ ആനച്ചാടി പോണ വഴിക്കാണ് നിൽക്കുന്നത്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. കാര്യം നമ്മുടെ ഫോൺ iPhone 16+ ആണ്. കുറച്ച് സൈസ് കൂടിയ ഫോണാണ്. അപ്പം നല്ല മഴയും പിടിച്ച് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതൊരു എസ്റ്റേറ്റിൻ്റെ ഭാഗമാണ് കേട്ടോ. എസ്റ്റേറ്റിൻ്റെ പേര് ആ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റും തോന്നുന്നു. അപ്പം ഈ എസ്റ്റേറ്റിലെ കുറച്ച് പണിക്കാരുടെ വണ്ടി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ് കേട്ടോ ഇവിടെ. ഈ ഒരു സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ സെറ്റ് മഞ്ഞാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് അങ്ങോട്ട് നോക്കിയേ, എൻ്റെ മോനെ, ഒരു രക്ഷയില്ലാത്ത ഫ്രെയിം തന്നെയല്ലേ. നമുക്ക് ഇതുവഴിയാണ് കയറി പോകാനുള്ളത്. ഇതുവഴി നേരെ ചെന്ന് മാമ്പഴത്തറ ടൗണൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് വന്നത്. ഇതുവഴി നേരെ കയറി ചെന്നാൽ അമ്പനാടിൻ്റെ ഗേറ്റ് വേ ആണ്. അതുവഴി കയറി നമുക്ക് അമ്പനാട് എസ്റ്റേറ്റിനുള്ളിൽ കയറാൻ പറ്റും. ഈ സൈഡിലോട്ട് ഫുള്ളും കൈതച്ചക്കയുടെ തോട്ടങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. ഇപ്പോഴാണ് കിടിലൊരു ആൺമയിലിനെ നമുക്ക് കാണാൻ പറ്റിയത്. അതിൻ്റെ വാല് നോക്കിയേ,
ആശാൻ അവിടെ പെട്ടു എന്ന് തോന്നുന്നു. പക്ഷെ എൻ്റെ മോനെ നല്ല മഴയും ചാറുന്നുണ്ട്, നല്ല കിടിലൻ ക്ലൈമറ്റ്. ഇപ്പം നോക്കിയേ ആ സൈഡൊക്കെ ഫുള്ള് കോട ഇറങ്ങി വരുവാണ്. ഒരു 10 മിനിറ്റ് നമ്മൾ ഇവിടെ നിന്നതേ ഉള്ളൂ, നല്ല കിടിലൻ കോട ഇറങ്ങി വന്നു. അതിനിടയ്ക്ക് ഇതാ ഇതുപോലൊരു വിഷ്വൽ ബ്യൂട്ടിയും കേട്ടോ. നല്ല ചെറിയ ചാറ്റൽ മഴയും കട്ട ഓഫ് റോഡും. ആ സൈഡിലായിട്ടാണെങ്കിൽ നല്ല കട്ട മഞ്ഞും. വല്ലാത്തൊരു ക്ലൈമറ്റ് തന്നെ കേട്ടോ. താഴെ എങ്ങനെ വീട് പോയി കഴിഞ്ഞാൽ നല്ല കിടില കുഴിയാണ്. 2 പേരെ താഴെ പറക്കി എടുത്താൽ മതി. നമ്മളെ റൂട്ട് പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ തന്നെ ചെറിയൊരു പോണ്ട് നമുക്ക് കാണാൻ സാധിക്കും. നല്ല വൈബ് സ്ഥലം കേട്ടോ. ഇപ്പം അത്യാവശ്യം വെയിലൊക്കെ വന്നിട്ടുണ്ട്. ഈ ചെറിയ മഴയൊക്കെ മാറി ഇപ്പോൾ ഒരു മഞ്ഞ് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. സോ അപ്പം നമുക്ക് ആ റൂട്ടാണ് പോകാനുള്ളത്. നമ്മുടെ എസ്റ്റേറ്റിൻ്റെ അവിടെ വെച്ച് പരിചയപ്പെട്ട പ്രോയാണ്. വൈകുന്നേരം ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ആന ഇറങ്ങുന്നൊക്കെയാണ് പുള്ളി പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ട് പോയേക്കുന്നത്. എന്തായാലും എന്ത് പറ്റിയാലും നേരിടാനുള്ള മൈൻഡുമായിട്ടാണ് പോണത്. അപ്പം നമുക്ക് പോയേക്കാം. എവിടെ നോക്കിയാലും ബ്യൂട്ടിഫുള്ളായ ഫ്രെയിംസ് ആണ് കേട്ടോ. നിങ്ങൾ ആ മഞ്ഞ് കണ്ടോ? നമ്മൾ വരുന്ന വഴിക്ക് ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ അടിച്ച് ഒരു ഇതായിരുന്നു. ഇപ്പം അത്യാവശ്യം വെയിലൊക്കെ വന്നപ്പോഴത്തേക്ക് ആ മഞ്ഞ് ആ വെള്ളം എല്ലാം ഉരുകി ഒരു കിട്ടില്ല മഞ്ഞായിട്ട് ഇങ്ങനെ പോവുകയാണ്. അതിൻ്റെ വ്യൂ തന്നെ മാരകമാണ് കേട്ടോ. പിന്നെ താഴോട്ട് നോക്കിയാൽ കാണാൻ സാധിക്കും നമ്മുടെ ഈ മൂന്നാറിലെ തേയിലത്തോട്ടം കണക്കാണ് അവിടുത്തെ ആ മല ഡിസൈൻ ചെയ്തേക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. കാര്യം തട്ടായിട്ടാണ് പോച്ച വളർന്നിരിക്കുന്നത്. കാണാൻ തന്നെ ഒരു രക്ഷയില്ലാത്ത വൈബാണ് കേട്ടോ. പിന്നെ നോക്കുവാണെങ്കിൽ ദേ ആ സൈഡിലായിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും. ടീമുകളൊക്കെ അവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. സീൻ തന്നെ. ഇതാണ് നമ്മുടെ അമ്പനാടിൻ്റെ ട്രേഡ് മാർക്കായ ആ ഒരു ബിൽഡിങ് വന്നിട്ട് ചുറ്റും തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഈ തേയിലയുടെ സീസണോ അല്ലാത്തതുകൊണ്ട് ഇത് വലിയ രീതിയിൽ മെയിൻ്റെനൻസും കാര്യം ചെയ്യുന്നില്ല. പക്ഷെ വൈബാണ് കേട്ടോ. ഒരു മൂന്നാറ് ക്ലൈമറ്റ് തന്നെയാണ് ഇവിടെ വന്ന് തോന്നുന്നത്. മുരുകൻ്റെ കോയിലാണോ? അല്ല, എൻ്റെ പേരാ. ആ ചേട്ടൻ്റെ പേരോ? ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടോ? അപ്പം നമുക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ളൊരു വ്ളോഗർ ചേട്ടനെ ഇവിടെ നിന്ന് കിട്ടി. ഒരു ഹായ് പറഞ്ഞേ. കാണിച്ചേ വീഡിയോസ് ഒക്കെ ഇടാണല്ലോ. ആ ചേട്ടനെ എടുത്താണോ? ചേട്ടൻ ഇവിടെ പൂമരം പൂത്ത്, ഇതാണ് പൂമരം. ഇത് പൂത്തപ്പോഴത്തേക്ക് പൂവും റോഡിൽ വീണപ്പം അപ്പം എടുത്ത ഫോട്ടോ ആണ് നിങ്ങൾ കാണുന്നത്. സീൻ തന്നെ അല്ലേ? ഇപ്പൊ നല്ല തണുപ്പാകുമ്പോഴേ ഈ തേയിലൊക്കെ മുറിക്കത്തുള്ളോ? തേയിലൊക്കെ കട്ട് ചെയ്യത്തുള്ളോ? അത്രേ ഉള്ളല്ലേ? അത്രയും നാളിന് വളമൊക്കെ ഇടുവല്ലേ? ഇങ്ങനെ കംപ്ലീറ്റും ഈ തേയില ചെടിയിലുള്ള ഇലയൊക്കെ വീണ് അതിലുള്ളതാ വളം. ഇപ്പൊ വളവും ഇടുന്നില്ല, ഒന്നും ഇടുന്നില്ല, മരുന്നടി ഒന്നും ഇല്ല. അങ്ങനെ തേയില വളർന്നുകൊണ്ടിരിക്കുക, പിച്ചെടുക്കുക, കൊളുത്തറയ്ക്കുക. ഇതിലെ വരുമ്പോ ഞായറാഴ്ച കളിച്ച് മട്ടും വരല്ലേ, ഭയങ്കര തിരക്കായിരിക്കും. തിരക്ക് മാത്രമല്ല, ഒരാൾക്ക് 100 രൂപ ഗേറ്റ് പാസ് ഉണ്ട്. ഞായറാഴ്ച മാത്രമല്ലേ? ഞായറാഴ്ച മാത്രം. എടേ നമുക്കത് ടിക്കറ്റ് തീർത്തതാണല്ലേ ഇത്? പുള്ളിയെ നമുക്ക് കണ്ടു പരിചയമാണ്. കഴിഞ്ഞ തവണ നമ്മൾ ഞായറാഴ്ച വന്നപ്പോഴത്തേക്ക് ടിക്കറ്റ് കിട്ടുന്ന മനുഷ്യരാണ്. നമ്മളിപ്പോൾ കൂടി പറഞ്ഞായിരുന്നു ടിക്കറ്റ് മാസത്തിൽ നമ്മൾ സ്കിപ്പായി വന്നു. പുള്ളി ഇപ്പോഴേ പറഞ്ഞ് ഞായറാഴ്ച മാത്രമേ ഇവിടെ ടിക്കറ്റ് ഉള്ളെന്ന്. ഈ മെത്താപ്പിന്റെ ഇടയ്ക്ക് ഒരു ആനയുണ്ട്. ആന ഇറങ്ങുമല്ലേ? അത് റോഡ് തന്നെ നിൽക്കും. ശരി ചേട്ടാ. നമ്മളാ ബൈക്കിൽ കണ്ട ചേട്ടൻ പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ. ഒരു വൈകുന്നേരം 5 മണി 6 മണി ടൈം ആകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ആനയുണ്ട്. പേരൊന്നും നമുക്കറിയത്തില്ല, പക്ഷെ ഒരു ആന ഇറങ്ങും.
പിന്നെ ഈ ഒരു ബിൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമ്പനാടിൻ്റെ ട്രേഡ് മാർക്കായ ഒരു ബിൽഡിംഗ് ആണ്. എനിക്ക് തോന്നുന്നു കോയിലോ കാര്യങ്ങളൊക്കെയാണ്, കണ്ടാൽ തന്നെ മനസ്സിലാവും. സീന് സ്ഥലം. പക്ഷേ മഞ്ഞിന് മാത്രം ഒരു കുറവുണ്ട് കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ട് നല്ല മഞ്ഞൊക്കെ പ്രതീക്ഷിച്ച് വന്നതാണ്. അതിൻ്റെ ഒരു കുറവ് മാത്രം നമുക്കിവിടെ ഒന്ന് കാണാൻ സാധിക്കും. അവിടെ എന്തോ ഒരു ആനച്ചാടി ഓഫീസെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ തുറക്കൊന്നും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ സീൻ തന്നെ. ഇത് ഇത്രയും കിടിലം വ്യൂവും നമ്മുടെ കിടിലം പുളിസാദവും പിന്നെ പൊട്ടറ്റോ ഫ്രൈയും പിന്നെ അച്ചാറും ഫുള്ളി ഹോം മെയ്ഡാണ് കേട്ടോ. ഈ ഒരു വ്യൂവിൻ്റെ മുമ്പിൽ നിന്ന് ഹോം മെയ്ഡ് ഫുഡ്, അതൊരു തനി സുഖം. ചൂട് കാരണം നമ്മുടെ റെയിൻകോട്ടൊക്കെ എടുത്ത് കളഞ്ഞിപ്പം ജസ്റ്റ് ഷർട്ട് മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് നോക്കിയാൽ വീണ്ടും മഴക്കോള് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ആ നൈസ് കാലാവസ്ഥ. നമ്മൾ ആനച്ചാടിയാണ് ഈ ഒരു പൊസിഷൻ വന്നിട്ട്. ഇനി നമ്മൾ നേരെ കയറി ചെല്ലുന്നത് അമ്പനാടിൻ്റെ എസ്റ്റേറ്റിൻ്റെ ആ ഭാഗത്തോട്ടൊക്കെയാണ്. അവിടെ എന്താണ് അവസ്ഥ എന്നൊരു പിടിയില്ല. ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. നിങ്ങൾ അടുത്ത വ്യൂ നോക്കിയാൽ അവിടുന്ന് മാത്രം വെയിലടിക്കുന്ന ആ ഒരു പൊസിഷന് മാത്രമേ വെയിലുള്ളൂ. ബാക്കി ഫുള്ളും ഒരു മൂടി കാലാവസ്ഥ. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ കയറി ആ പാറയെന്ന് കഴിഞ്ഞാൽ കിട്ടില്ല ഒരു വ്യൂ കിട്ടുമെന്നാണ് നമ്മുടെ ആനച്ചാടിയുള്ള ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ചേട്ടൻ്റെ ഗൈഡ് പ്രകാരം നമ്മളെന്തായാലും ടോപ്പിലോട്ട് കയറി പോവാണ്. കയറുവാ എൻ്റെ അമ്മ. ആ പോ. ആ പിന്നെ വീടല്ലേ. ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് കേട്ടോ. ഇപ്പം മഴ പെയ്യാൻ തോന്നുന്നു, അമ്മാതിരി കാറ്റും. എൻ്റെ മോനെ, ഇവിടെയുള്ള തേയിലെല്ലാം ആൾറെഡി പിച്ച് പറിച്ചതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് വല്ല മുട്ടയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതേ ഒരു പൊസിഷനിലാണ് ഈ ഒരു കുന്ന് മൊത്തം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം പിച്ച് പറിച്ചിട്ട് ഇനി പുതിയ നടാനുള്ള പരിപാടിയാണ് എന്ന് തോന്നുന്നു. ഇടിയാണോ അവിടെ? ഇടിവെട്ടും സൗണ്ട് അല്ലേ ചേട്ടേ? സ്പീക്കറാ? നിങ്ങൾ ഈ അമ്പനാടി ആനച്ചാടി ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുവാണെങ്കിൽ മിക്കതും സൺഡേസിൽ മാത്രം വരാതിരിക്കാൻ ശ്രമിക്കുക. കാര്യം സൺഡേസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും ഓപ്പൺ ആയിരിക്കും. പെർ വണ്ടിക്ക് 100 രൂപ വെച്ച് പേ ചെയ്യേണ്ടി വരും. അതേ ആ ടൈമിൽ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കുമായിരിക്കും. നല്ല രീതിയിൽ ആസ്വദിക്കാൻ കൂടി പറ്റത്തില്ല. ആൾക്കാർ എല്ലാ സ്ഥലത്തും കാണും. നിങ്ങൾ വർക്കിംഗ് ഡേയ്സിൽ വരുവാണെങ്കിൽ ഇവിടെ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഫ്രീ ആയിട്ട് കയറി വരാം. നമ്മൾ ആ ടിക്കറ്റ് കൗണ്ടറിൽ ചേട്ടനെയാണ് കുറച്ച് മുന്നേ കണ്ടത്. അതായത് മുന്നത്തെ തവണ ഞാൻ വന്നപ്പം ടിക്കറ്റ് കയറുന്ന പുള്ളിക്കാരനെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. അപ്പം നിങ്ങൾ വരാം, മാക്സിമം വർക്കിംഗ് ഡേയ്സിൽ വരിക, ടിക്കറ്റ് എടുക്കണ്ട. കൂടാതെ ഫ്രീ ആയിട്ട് വേറെ ആളുടെ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ സമാധാനമായിട്ട് നമുക്ക് ഈ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കാട്ട് വലിയ സന്തോഷങ്ങളൊന്നുമില്ല. ഫോട്ടോസൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് എഡിറ്റ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ്. നൈസാട്ടെ, നമുക്ക് പോയാലോ? ഇപ്പൊ മഴ പെയ്യും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഡെസ്റ്റിനേഷനിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ നോക്കിയ ഗൈസ്, ആ ഒരു ടോർച്ച് അടിക്കുന്ന പോലെ വെയിലടിക്കുന്നുണ്ടോ? ആ ഒരു സ്ഥലത്ത് മാത്രം രക്ഷയില്ല. കുറച്ച് മഞ്ഞൂടെ പ്രതീക്ഷിച്ചാണ് വന്നത്. ഇത് വല്ലാത്തൊരു കാലാവസ്ഥയായിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, ഇതും അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു താഴെയൊക്കെ എന്തോ ട്രാക്ടറോ JCB പോയ പാട കാണാം. ഇനി വല്ല ജീപ്പോ കാര്യങ്ങളോ കൊണ്ട് കയറിയെന്ന് അറിയത്തില്ല. അതുവഴിയൊക്കെ വണ്ടി കയറി ആ കുന്നിൻ്റെ മണ്ടയിൽ പോയി ഒരു ഡ്രോണൊക്കെ വെച്ച് എടുക്കുവാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വ്യൂസൊക്കെ നമുക്ക് കിട്ടും. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ 2 ബൈക്കും നമ്മൾ 4 പേരും മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ ഈ സീസൺ ടൈം ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല കാലാവസ്ഥയൊക്കെയുള്ള ടൈം ആണെങ്കിൽ നിങ്ങൾ നോക്കിയേ, അവിടേക്കുള്ള ചപ്പും ചവറും എല്ലാം വാരിയിട്ട് കുളമാക്കിയിരിക്കുന്നു. മൊത്തം ബോട്ടിൽസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്താണ് എൻ്റെ പൊന്നെ. സോ ഇതാണ് കാര്യം നമ്മുടെ വ്യൂ പോയിന്റിലേക്കുള്ള വഴി. വന്നിട്ട് മുകളിലൊക്കെ നല്ല കിട്ടിലം കട്ട കോട ഇറങ്ങിയാണ് നിൽക്കുകയാണ്. വഴിയെല്ലാം നല്ല കിട്ടിലം പച്ചപ്പ്.
മഞ്ഞിൻ്റെ ഒരു കുറവ് മാത്രമുണ്ട്. പക്ഷെ നല്ല വെയിലുണ്ട് കേട്ടോ. വൈകുന്നേരം സമയമായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4:45 ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ അമ്പനാടിൻ്റെ ഫൈനൽ വ്യൂ പോയിന്റ്. എനിക്ക് തോന്നുന്നത് BSNL വല്ല ടവർ ആയിരിക്കും. ചുറ്റും നല്ല കോട ഇറങ്ങി നിൽക്കുകയാണ്. ഇത് വഴി വേണം കയറി പോയി കഴിഞ്ഞാൽ നമ്മുടെ എസ്റ്റേറ്റിൻ്റെ ലാസ്റ്റ് കല്ല കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട് ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയ പിടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ വ്യൂ പോയിന്റ്. നമുക്കിതിൻ്റെ ടോപ്പിലേക്ക് നൈസായിട്ടൊന്ന് കയറി പോവാം. നമ്മൾ വരുന്ന വഴി ഫുള്ളും നല്ല കട്ട ഓഫ് റോഡാണ് കേട്ടോ. സ്കൂട്ടറെ കൊണ്ടുവരുവാണെങ്കിൽ കുറച്ച് പെടാപ്പാട് വിടും. പക്ഷെ നമ്മുടെ അത്യാവശ്യം ബൈക്കിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കൂടുതലായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. മഞ്ഞ് നോക്കിയേ, ഒരു രക്ഷയില്ലല്ലേ. നമുക്കിവിടുത്തെ വ്യൂ പോയിന്റ് ഒന്ന് കണ്ടാലോ. സോ അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ അമ്പനാടിൻ്റെ ഫൈനൽ വ്യൂ പോയിന്റ്. എൻ്റെ മോനെ, അപ്പോൾ നമ്മുടെ അമ്പനാട് നമ്മുടെ വ്യൂ പോയിന്റ് അതാണ്. അവിടുന്ന് നമുക്ക് കറങ്ങി തിരിഞ്ഞ് അതുവഴി തിരിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. അത്യാവശ്യം കാണാൻ കറങ്ങി ഇവിടെ കുളിക്കുകയും ചെയ്യാം. നമ്മുടെ വണ്ടിയുടെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അപ്പം സെറ്റ് ക്ലൈമറ്റാണ്. അത്യാവശ്യം സൂര്യനും കാര്യങ്ങളൊക്കെ നൈസായിട്ട് താഴ്ന്നു വരുവാണ്. സമയം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 5:43 ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഇരുട്ട് സമയം ആവാറായിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ അമ്പനാടിൻ്റെ ഒരു വൈബ് വീഡിയോ. മഞ്ഞില്ല എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നല്ല വെയിലുമില്ല, നല്ല മഴയുമില്ല, എന്നാൽ മഞ്ഞുമില്ല. അങ്ങനൊരു ക്ലൈമറ്റിലാണ് നമ്മൾ അമ്പനാട് എത്തിപ്പെട്ടത്. വളരെ ഹാപ്പിയാണ്. ഭയങ്കര റിലാക്സിങ് ആയിട്ട് 1 ഡേ വർത്ത് സമാധാനമായിട്ട് നമ്മുടെ വർക്ക് പ്രഷറിൽ നിന്നൊക്കെ കുറച്ച് മാറി പീസ്ഫുള്ളായിട്ട് വന്ന് നിൽക്കാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലമാണ് നമ്മുടെ കൊല്ലം ജില്ലയുടെ അമ്പനാട്. അപ്പം വരാൻ പ്ലാനുണ്ടെങ്കിൽ മാപ്പ് ഇട്ടോ, വന്നോ, ആരോടും വഴി ചോദിക്കണ്ട. ജിയോയ്ക്കും BSNL മാത്രമേ അവിടെ റേഞ്ച് ഉള്ളൂ. എയർടെലൊക്കെ കട്ട ശോകമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി മാപ്പ് ഇട്ട് മാത്രം വരാൻ ശ്രമിക്കുക. ഞാൻ വന്ന വഴിയോ കാര്യങ്ങളോ ഒന്നും കാണിച്ചിട്ടില്ല. ഈ ഫോൺ ഉപയോഗിച്ച് അത്യാവശ്യം കട്ട ഓഫ് റോഡൊക്കെ അടിച്ച് കയറി വരാൻ നല്ല പാടാണ്. അതുകൊണ്ടാണ് വന്ന വഴിയൊന്നും എടുക്കാത്തത്. ഇതിനെക്കാട്ടി ബ്യൂട്ടിഫുള്ളായ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. കാര്യം ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ്. കാര്യം നല്ല ഇരുട്ടും ചെയ്ത്, പിന്നെ അവളുടെ ചേട്ടൻ പറഞ്ഞ് കുറച്ച് നൈറ്റ് ആയി കഴിഞ്ഞാൽ ആന ഇറങ്ങാനുള്ള ചാൻസും ഉണ്ട്. അത് നൈസായിട്ട് വലിയാണ്. പുതിയൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ശ്രീസോൺ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ശ്രീസോൺ സൈനിങ് ഓഫ്.